രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനം. അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പ്രധാനമായിട്ടും ഉന്നയിച്ചത് എന്തായാലും സർക്കാരിനെതിരെ ആയിരിക്കുമല്ലോ അല്ലെ ഇവര്. അത് ഈ അടുത്തിടെയല്ല, ഇലക്ഷൻ അടുത്ത സ്ഥിതിക്ക് എന്തായാലും സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടുന്നത് മാക്സിമം മുതലെടുക്കും. ചെന്നിത്തലയുടെ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഖജനാവിലുള്ള പണം ഉപയോഗിച്ച് സർക്കാർ വലിയ രീതിയിലുള്ള PR വർക്കുകൾ ചെയ്യുന്നു എന്നാണ് ചെന്നിത്തല പറയുന്നത്. വലിയ രീതിയിലുള്ള PR വർക്ക് എന്ന് പറഞ്ഞാൽ പരസ്യങ്ങൾ കൊടുക്കുന്നു, പത്രങ്ങളിൽ പരസ്യം വരുന്നു, ചാനലുകളിൽ പരസ്യം വരുന്നു, മീൻസ് ന്യൂസ് ചാനലുകളിൽ ഒത്തിരി പരസ്യങ്ങൾ വരുന്നു. അതുകൂടാതെ സീരിയലുകളുടെ ഇടയിൽ കൂടെ സർക്കാർ പരസ്യങ്ങൾ കുത്തിക്കയറ്റുന്നു. ആ രീതിയിലുള്ള PR വർക്ക് ഖജനാവിൽ നിന്ന് വലിയ ക്യാഷ് എടുത്തുകൊണ്ട് സർക്കാർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. അപ്പൊ അത് അങ്ങനെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ചെലവാക്കി ഇത്രയും വലിയ PR വർക്ക് ചെയ്യുന്നത് ശരിയാണോ? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സർക്കാർ പറയുന്നത്. ഇപ്പം രമേശ് ചെന്നിത്തല ഭയങ്കര അതിവാചാലനായത് സീരിയലുകളിൽ ഡയലോഗായിട്ട് ഇതൊക്കെ കയറി വരുന്നുണ്ട്. ഇപ്പം ഇന്ന പെൻഷൻ 2000 രൂപ കിട്ടിയത് കൊണ്ട് നമുക്ക് തട്ടുകേടില്ല, കഴിഞ്ഞുകൂടി പോ. അപ്പം അവിടെ സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ജനങ്ങൾക്കിടയിൽ. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഉണ്ട് എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടി. 2000 രൂപ കൊടുക്കുന്നവർ കണക്ട് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 18 ലക്ഷത്തോളം ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു എൻ്റെ എണ്ണം എനിക്ക് കറക്റ്റ് അല്ല, അതുപോലെ ഇപ്പം തന്നെ 35 കഴിഞ്ഞ വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ അല്ല, ഒരു ധനസഹായം എന്ന ഒരു പ്രോജക്റ്റ് വരുന്നു. അപ്പൊ ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലം ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. UPA സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ ഈ ഓരോ പദ്ധതിയെക്കുറിച്ചും മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NDA സർക്കാരിന്റെ കാലഘട്ടത്തിലും പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, TVക്കകത്താണെങ്കിലും. അതോടൊപ്പം യൂട്യൂബേഴ്സിന്റെ അവരെ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറേയധികം വ്യക്തികൾക്ക് പൈസ കൊടുക്കുക, യൂട്യൂബേഴ്സിന് പൈസ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഗൃഹസമ്പർക്ക പരിപാടി, സത്യത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ പ്രോഗ്രാമും കൊണ്ടിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് കയറി ചെല്ലാൻ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ 10 വർഷത്തെ CPMന്റെ ബലമാണെന്ന് ഞാൻ പറയും. അതങ്ങനെ പറയാൻ പറ്റൂ. കഴിഞ്ഞ 10 വർഷത്തെ ബലം, ഒരു ധൈര്യം ഉണ്ടല്ലോ. ഇപ്പം ഏതൊരു സർക്കാരും അവരുടെ അണികൾക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ട്. ഏത് സമയത്തും നമുക്ക് നമ്മുടെ ഒരു ജനത്തെ പോയി കാണാൻ കഴിയും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വം വിജയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ കോൺഗ്രസിൽ, ഞാൻ വെറുതെ പറയുന്നില്ല, കോൺഗ്രസ്സുകാർ പോവുകയാണെന്ന് വെച്ചു. ഇപ്പൊ UDFന്റെ കുറച്ച് നേതാക്കന്മാർ ഒരു ഗൃഹസമ്പർക്ക പരിപാടിയിലേക്ക് പോവുകയാണ്. സിംപ്ലി ഞാൻ പറയാം, അവർ നേരിടാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. വയനാട്ടില് ജനങ്ങൾക്ക് എത്ര വീടുകളാണ് നിങ്ങൾ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിനുവേണ്ടി നിങ്ങൾ പിരിച്ച പണം എത്ര കോടി രൂപയാണ്? നിങ്ങൾ വാങ്ങി എന്ന് പറയുന്ന 3.5 ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ ആരുടെ പേരിലാണ്? അത് പൂർണ്ണ എത്ര രൂപയ്ക്കാണ് ഈ 3.5 ഏക്കർ സ്ഥലം വാങ്ങിയിരിക്കുന്നത്? നിങ്ങൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വീടുകൾ വെറുതെ വെച്ച് നൽകുകയാണോ? ടൗൺഷിപ്പ് ആണോ? വില്ല പ്രോജക്റ്റ് ആണോ? ഫ്ലാറ്റ് ആണോ? ഇത് ജനങ്ങൾ ചോദിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചും ചോദിക്കും. കേസ് എന്തായി? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിൽ പിരിച്ച യൂത്ത് കോൺഗ്രസിന് 1,05,00,000 രൂപ മാത്രമേ പിരിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. നിങ്ങളുടെ കരുണാകരന്റെ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പിരിച്ച തുക എത്ര കോടിയാണ്? അതെന്ത് ചെയ്തു? സ്മാരക നിർമ്മാണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ട് പോലും അവിടെ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു തറക്കല്ലിടിയിൽ നടത്തിയെന്ന് പറയപ്പെടുന്നു, ഒരു നില പോലും നിങ്ങൾ കെട്ടിവെക്കാൻ എന്തുകൊണ്ടാണ്? അപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തറക്കല്ലിട്ടതെല്ലാം പിന്നീട് വന്ന് LDF സർക്കാരല്ലേ നൂത്തെടുത്തത്. നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇപ്പം VD സതീശന്റെ നേതൃത്വത്തിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം പിരിച്ചിട്ട് എന്തായി? ഞാൻ ഈ പറഞ്ഞത് കുറെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നാളെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഗൃഹനാഥൻ അല്ലെ ഗൃഹനാഥ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇത്രയും ചോദ്യങ്ങൾ അവരുടെ മുന്നിൽ നിൽക്കുകയാണ്, അവർ വളരെ പച്ചയ്ക്ക് നിൽക്കുകയാണ്. ഇത് കൂടാതെ നിങ്ങൾ കഴിഞ്ഞ 2016 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടില്ലേ? നിങ്ങൾ ഇനിയും അധികാരത്തിൽ കയറിയാൽ വീണ്ടും കുടിശ്ശികയിലേക്ക് പോകില്ല എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും?
എന്ത് പറയാൻ പറ്റും? ഉം. ഇവിടെ നിങ്ങൾ എന്ത് പ്രോജക്റ്റ് ആണ് നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഒരു അധികാരത്തിൽ കയറുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന സാധനം ഇവിടെ ചെയ്യും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു തെളിവുണ്ടാവണം. പഴയ കാലമല്ല. അപ്പൊ തെളിവ് ഞങ്ങൾ വയനാട്ടിൽ വയനാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തു? എത്ര രൂപ പിരിച്ചു? അത് കർണാടക സർക്കാർ കൊടുത്തു എന്ന് പറയും. കർണാടക സർക്കാർ 10 കോടി രൂപയാണ് കൊടുത്തത്. അത് കോൺഗ്രസിന്റെ പണമല്ല, കർണാടകയുടെ പണമാണ്. രാഹുൽ ഗാന്ധി വന്നിട്ട് തറക്കല്ലിടുമെന്ന് നിങ്ങൾ എത്ര ആവർത്തി പറഞ്ഞു? രാഹുൽ ഗാന്ധി ഇതിനിടയ്ക്ക് വീണ്ടും ഒരു തവണ കേരളത്തിൽ വന്നിട്ട് പോയി. തറക്കല്ലിട്ടോ? ഇല്ല. അവർ നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടെ പിന്നെ LDF സർക്കാർ വന്നതിന് ശേഷമാണ് വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ എന്താ പറയാ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നു. നിങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടില്ലേ വന്യജീവി ആക്രമണം? നിങ്ങൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത നടപടിക്രമം? എന്ത് പറയാനുണ്ട്? വന നിയമം കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലഘട്ടത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. അതിനുശേഷം വനം നിയമം പരിഷ്കരിക്കാൻ നിങ്ങൾ UPA അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ഇവിടെ പിന്നെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന പാചകവാതക വില അത് അടുക്കളയെ ബാധിക്കുന്നുണ്ട്. അടുക്കളയെ അത്രയും വില ബാധിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെതിരായി ഒരു പ്രക്ഷോഭം നയിക്കാഞ്ഞത്? ഇന്ന് പാചകവാതക വില വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ MP-മാരുള്ള ഒരു മുന്നണിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് അതിന് പരിശ്രമിച്ചില്ല? ഇതൊക്കെ നാളെ UDF എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കേൾക്കാനിടയുള്ള സാഹചര്യങ്ങളാണ്. അതേസമയം LDF കയറുമ്പോഴോ? കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനവും എടുത്തു പരിശോധിച്ച് നോക്കൂ എന്ന് പറയാണ്. നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് യൂത്ത് കോൺഗ്രസ് എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തത്? ഈ ജനത്തിന്റെ മുന്നിലേക്ക് ചെന്ന് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം ഇപ്പോഴും സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഇല്ല. UDF-നും കോൺഗ്രസിനും ഇല്ല. അവർ ചോദിക്കുന്ന മറുപടി പറയണ്ടേ? നിങ്ങൾ മതനിരപേക്ഷമാണെന്ന് പറയേണ്ടി SDPയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള വർഗീയ മതരാഷ്ട്രവാദികളുമായി നിങ്ങൾ എന്തിനു കൂട്ടുകൂടുന്നു? ഈ ചോദ്യത്തിന് മറുപടി അവർ പറയേണ്ടി വരും. ഇപ്പൊ ഫ്ലെക്സ് വെക്കുന്ന ഹോർഡിങ്സ് വെക്കുന്നതാണ് പ്രയാസം. ചിരട്ട ചിരണ്ടിക്കൊണ്ട് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ പുതിയുഗ യാത്ര എന്ന് പറഞ്ഞിട്ട് ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട് അല്ലെ? അതെവിടെ നിന്നുള്ള പണമാണ് എന്ന് വ്യക്തമാക്കാൻ ഇവർക്ക് പറ്റുമോ? പറ്റില്ല. ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ച പണമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ UDF-ലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് പറ്റില്ല. പറഞ്ഞിട്ട് ഒരു പിന്നെ സീരിയലിന്റെ പോയിട്ട് ഒരു വെറുതെ ലോക്കലായിട്ട് എടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നടപടി ഇവർക്ക് പറയാനുണ്ടോ? ഇല്ല. ഞങ്ങള് യൂത്ത് കോൺഗ്രസ് ഞങ്ങള് പിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കോടി രൂപ ഞങ്ങൾ പിരിച്ച് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു. വെറുതെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു സ്ക്രിപ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ട് ഏതെങ്കിലും യൂട്യൂബേഴ്സിന് നിങ്ങൾ 100-150 കോടി കൊടുക്കുന്നത് അതിന് കൊള്ളാവുന്ന എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലേ പറ്റത്തുള്ളൂ. അത്രേ പറയുന്നുള്ളൂ. ഒരു 150 കോടി നിങ്ങൾ കൊടുത്തോ? ഞങ്ങൾ പത്രക്കാരും ചോദിക്കാൻ വരത്തില്ല. നിങ്ങൾ കൊടുത്തിട്ട് പറ, വേണ്ട യൂട്യൂബറെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തായാലും ഷോർട്സ് ചെയ്യുന്നവരാണല്ലോ, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നവരാണല്ലോ, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഇതൊന്ന് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യും, ഞങ്ങൾ 150 കോടി രൂപ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ, നിങ്ങളൊരു കണ്ടന്റ് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒറ്റ കണ്ടന്റ് കൊടുത്താൽ മതി. ഞങ്ങൾ ഇത്ര കോടി രൂപ പിരിച്ചെടുത്ത് ഞങ്ങൾ വീട് വെക്കുന്നതിന് വീടിന്റെ ഉദ്ഘാടനം പോലും വേണ്ട, ഞങ്ങൾ വീട് പണി തുടങ്ങി കഴിഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യിക്കാൻ പോലും നിങ്ങളെ UDF-നെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 10 വർഷം എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. എന്താണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പൊതുജനത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒറ്റ ഒരു ഉപകാരം പറഞ്ഞാൽ മതി. ഒരു ഉപകാരം എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തൊരു ഉപകാരമാണ്, ഇത് കാണിക്കാനുണ്ടോ? ഈ DYFIക്കാര് പൊതിച്ചോറെങ്കിലും പറയാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവര് ഈ കണ്ട പെൻഷൻ എല്ലാം വരുന്നവര് ആദ്യഘട്ടത്തിൽ കുടിശ്ശികയുണ്ടായ പെൻഷൻ എല്ലാം എടുത്ത് വീടുകളിൽ ഈ പ്രായമായവരുടെ കൈകളിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചാണ് ചെയ്തത്. അങ്ങനെ പറയാനുണ്ട്. എന്താണ് അതുപോലും ഇല്ലല്ലോ UDF-ന് പറയാൻ ഉണ്ടോ? ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറ പോയി പിന്നെ മെഴുകുതിരി എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടിട്ട് ചെയ്തത്? അത് നിങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്തത്. സാധാരണക്കാരൻ എന്ത് ചെയ്ത്? അതുകൊണ്ട് ഗുണം എന്ത് കിട്ടി? അല്ലേ? ഞങ്ങൾ അവിടെ വിജയിപ്പിച്ചു, പിന്നെ നിലമ്പൂര് വിജയിപ്പിച്ചു, തൃക്കാക്കര ജയിപ്പിച്ചു. നിലമ്പൂര് ജയിപ്പിച്ച ആര്യയുടെ മുഹമ്മന്റെ മോനായതുകൊണ്ട് ഷൗക്കത്തിന് കിട്ടി. ഞങ്ങൾ തൃക്കാക്കര ജയിപ്പിച്ചു. തൃക്കാക്കര നിന്ന് ആരാണ്? PT തോമസിന്റെ ഭാര്യ ആയതുകൊണ്ട് ജയിച്ചു. ഞങ്ങൾ പുതുപ്പള്ളി ജയിപ്പിച്ചു. പുതുപ്പള്ളി ജയിപ്പിച്ച എന്തുകൊണ്ടാണ്? അവിടെ ഉമ്മൻചാണ്ടിയുടെ മോനായോണ്ട് ജയിച്ചതാ. നിങ്ങൾ എന്തുകൊണ്ടാണ് ചേലക്കര ജയിപ്പിക്കാതിരുന്നത്? രമ്യ ഹരിദാസ് അവിടെ മത്സരിച്ചതല്ലേ? എന്നിട്ടുണ്ട് ചേലക്കര നിങ്ങൾക്ക് എന്തുകൊണ്ട് ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല? കെ രാധാകൃഷ്ണൻ പോയ ഒഴിവില്. അപ്പൊ ഞങ്ങൾ അവിടെ വയനാട് ജയിപ്പിച്ചുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായി? പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരാളെ വയനാട്ടിൽ കലണ്ടർ അടിച്ചു കൊടുത്തു. ശരിയാ, കലണ്ടർ അടിച്ചു കൊടുത്തു. അങ്ങനെ ഗുണം ഉണ്ടായി. ആൾക്കാർക്ക് ഒന്നുമില്ലെങ്കിലും മരത്തിന്റെ കൊമ്പിലെങ്കിലും തൂക്കിയിട്ട് പിന്നെ വർഷക്കണക്ക് കണക്കാക്കാമല്ലോ. അടുത്ത
വർഷമാകുമ്പോൾ ഞങ്ങളെ UDF പറ്റിച്ചതിന്റെ ഇത്രയും വർഷം എന്ന് അവർക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ അവർക്ക് എന്ത് പറയാനുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കുക, ഞങ്ങൾ ഇന്ന ചെയ്തു, ഇതുകൊണ്ട് എന്ത് നേട്ടം. അതേസമയം നമ്മൾ നോക്കൂ, ഇപ്പൊ പറയാം, സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്ത് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ LDFകാർ അവതരിപ്പിക്കുന്ന സറ്റയറുകൾ അടക്കം നിരവധി കാര്യങ്ങൾ അവർ ഇന്ന കാര്യം ചെയ്തു എന്ന് പറഞ്ഞു വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിഴിഞ്ഞം പ്രോജക്റ്റ്, ഇനി സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നം, ഇനി DYFയുടെ ആയിക്കോട്ടെ പൊതിച്ചോറ്, അവർ ആക്രിപെറുക്കി, അന്ന് ആക്രിപെറുക്കി വിൽക്കുക എന്നായിരുന്നു ഇവർക്കെതിരെ ഉയർന്ന DYFക്കാർക്കെതിരെ വരുന്ന ഒരു ദുരന്തം നടന്ന സമയത്ത് അവർ ആക്രിപെറുക്കാൻ നടക്കുവാന്ന് പറഞ്ഞു. ആ ആക്രിപെറുക്കി വിറ്റ അവര് വീട് വെച്ചു കൊടുക്കാൻ പൈസ കൊടുത്തു. ആലോചിച്ച് നോക്കൂ, ആക്രിപെറുക്കിട്ടാണെന്നേ. ഇതുപോലെ പിന്നെ ഇവരെന്ത് ചെയ്തു? ഇവര് ആ സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തത്, അവിടെ ഏതോ ഒരു സംഘടന വിതരണം ചെയ്ത ഫുഡ്, ബ്രെഡോ മറ്റോ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ്, അത് സർക്കാർ വിതരണം ചെയ്തതാണ് എന്ന് വരുത്തി തീർത്തിട്ട് സർക്കാരിനെതിരെ കൊടി പിടിക്കാൻ ഇറങ്ങി, സമരം ചെയ്തു. ഇതാണ് അവർ ചെയ്തത്. ആ ക്യാമ്പിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ അവർ നടത്തിയ പരിപാടി ഈ പറയുന്നത്. അതാണ് അവരവിടെ ചെയ്തത്. കെ രാജൻ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ വിതരണം ചെയ്തതല്ല, വേറെ ഏതൊരു സംഘടന കൊണ്ട് ഇറക്കിയതിനകത്ത് ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞായിരുന്നു, അത് സർക്കാർ കൊടുത്തതാണത്രേ. ആ നിലയിൽ തന്നെ പ്രശ്നമുണ്ടാക്കി ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് അന്ന് ചെയ്ത ഏറ്റവും വലിയ സത്പ്രവൃത്തി. അല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് UDF LDF തമ്മിലുള്ള വ്യത്യാസം. LDFന് ഇപ്പൊ പറയാൻ ഒരുപാട് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, കണക്ട് വർക്ക് കൊണ്ട് വാർദ്ധക്യകാല പെൻഷനും കർഷക പെൻഷനിലാണ് പെൻഷൻ ഏകീകരിച്ചത്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇനി സ്ത്രീകൾക്കായിട്ടുള്ള പരിപാടി, വയോജനങ്ങൾക്കായിട്ടുള്ള പരിപാടികൾ, ഇവിടുത്തെ വികസനങ്ങളെ കുറിച്ച്, റോഡുകളുടെ വികസനം, പാലങ്ങളുടെ വികസനം, ഹൈവേ വികസനം, അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പല പദ്ധതികൾ, ഇവിടത്തേക്ക് വരുന്ന ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച്, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്, ആരോഗ്യ രംഗത്തെക്കുറിച്ച്, അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നതാണ്, ഇതൊക്കെ കുറ്റമാണ്. കാര്യം ഇത് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാ. ഒരു പരസ്യം കൊടുക്കുന്നതിന് പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പൊ അല്ലാതെ ശബരിമലയെ കുറിച്ച് കള്ളക്കഥ എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് 35 കോടി രൂപ എടുത്ത് കൊടുക്കുകയല്ല ചെയ്തത്. നിങ്ങൾ ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമത്തെ കുറിച്ച് കള്ളക്കഥ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കിടന്നത് സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ സപ്രപഞ്ചക്കെട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസയാണ് 35 കോടി. അത് കൊനകോല് കൊടുത്തോളൂ. അവരതിനു വേണ്ടിയാണ് കൊടുക്കുന്നത്. സർക്കാരിനെതിരെ കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് കാശ് കൊടുക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് നടന്നു വരുന്ന കാര്യമാണ്. അപ്പം അതേസമയം സർക്കാർ ചെയ്യുന്ന എന്താ? അവർ നടത്തിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഇതാണ് അവർ ചെയ്യുന്ന കാര്യം. അത് ചെന്നിത്തലയ്ക്ക് വല്ലാണ്ട് അങ്ങ് വിരളി പിടിക്കുന്നു. കാര്യം എന്താ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്കിത് ഏണിയാവില്ലേ, ഞങ്ങൾക്കിത് ഭാവിയിൽ ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യമായി അത് മാറില്ലേ എന്ന് സ്വാഭാവികമായിട്ട് ചെന്നിത്തല ഭയക്കുന്നുണ്ട്. ഇതിന്റെ ഒരു അനുരണനങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീരിയൽ കാണുന്ന ഞാൻ നിർത്തി. അപ്പൊ പിന്നെ KC വേണുപോലെ പറഞ്ഞു, ഞാനും സീരിയൽ 10 മണിക്ക് ശേഷമുള്ള സീരിയൽ ഇങ്ങനെ വെച്ച് നോക്കിയ സമയത്താണ് ഇത് കാണുന്നത്. അയ്യോ പേടിച്ചു പോയി. ഇതേ KC വേണുപോലെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറിയിട്ട് അടുക്കളക്കകത്ത് എന്നിട്ട് കപ്പ തിന്നുന്ന കണ്ടായിരുന്നു. പാവപ്പെട്ട ഒരു സ്ത്രീയെ വിളിച്ചു നിർത്തിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അപ്പൊ പറഞ്ഞു ഗ്യാസിന് വില കൂടി, മണ്ണെണ്ണ കിട്ടാനില്ല. ഇതാരാ നോക്കുന്നത്? സംസ്ഥാന സർക്കാരാണോ നോക്കുന്നത്? ഗ്യാസിന്റെ വില കൂടി അവിടെ ചെന്ന് ചോദിക്കണം അല്ലെ? കേന്ദ്രത്തിൽ ചോദിക്കാൻ ഏർപ്പാടാക്കിയ ഒരാളാണ് ഈ KC വേണുഗോപാൽ, ആലപ്പുഴ ജില്ലയിൽ നിന്ന്. എന്താ ചോദിക്കാത്ത? KCയുടെ മുഖത്ത് നോക്കി മറന്നുപോയി. അവര് ചോദിക്കേണ്ട ചോദ്യമാണ്, KC നിങ്ങളെ എന്തിനാണ് ഞങ്ങൾ MP ആക്കി? പുള്ളി മറന്നുപോയി, പുള്ളി എവിടെന്നാ വന്നത് അത് മറന്നുപോയി. ഇത്രയും കാലം അവിടെ കൊടയും വടിയും പിടിച്ചു നടക്കായിരുന്നു. പുള്ളി MP ആണ്. ആ MPയോട് ചോദിക്കണം, നിങ്ങൾ അവിടെ ചെന്നിട്ട് കേന്ദ്ര സർക്കാരിനോട് നിങ്ങൾ എന്ത് പറഞ്ഞു, എന്താണ്ടാ ചോദിക്കാത്തെ? അതൊക്കെയല്ലേ ചോദിക്കേണ്ടത്. ഇതൊക്കെയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. സർക്കാർ ഇവിടുന്ന് കഴിഞ്ഞ തവണ മന്ത്രിമാരടക്കം അവിടെ പോയി സമരം ഇരുന്നപ്പോൾ, ഡൽഹി സമരം ഇരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷം സഹകരിക്കാതിരുന്നത് എന്ന് ചോദിക്കും. ആ ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ പറയാൻ കരുതി വെച്ചിട്ട് വേണം UDFന് രംഗത്തേക്ക് ഇറങ്ങാൻ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഭയം തോന്നും. അതിന്റെ ഒരു വിരളി പിടിക്കലാണ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ചെന്നിത്തലയ്ക്ക് സ്വയമേവ കഴിഞ്ഞ ദിവസം അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ചെന്നിത്തല പറഞ്ഞ വളരെ രസകരമായ ഒരു മറുപടി ഉണ്ടായിരുന്നു. ഇവിടെ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് എത്ര കുട്ടികൾ വിജയിക്കുമെന്ന് അറിയില്ല, അതിന് മുമ്പ് എന്നെ പുസ്തകം വിതരണം ചെയ്യുന്നു. പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നു. പരിഷ്കരിച്ച പുസ്തകങ്ങളാണ് കുട്ടികളുടെ കയ്യിലേക്ക് ഇനി എത്താൻ പോകുന്ന ഈ സ്കൂൾ ഉറപ്പാകുമ്പോഴത്തേക്ക്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കാണുമ്പോൾ ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഭ്രമം എന്നൊക്കെ മാത്രമേ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ.